മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് ഇതുവരെ മോദിജി ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, ഇവിടെ പലവട്ടം വന്നല്ലോ, രണ്ടാളും ഒരുമിച്ചിരുന്നല്ലോ, ആ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്താ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാത്തത്? ഇപ്പം കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട്, അതായത് അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ മേഖലയിൽ എയിംസ് കിട്ടണമെങ്കിൽ ഇത് 1 കിലോ പരിപ്പ് വാങ്ങണ പരിപാടിയല്ല. അത് ഏത് ജില്ലയിൽ വരണം, അവിടെ എത്ര സ്ഥലമുണ്ട്, ഇത് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണാത്മക റിപ്പോർട്ടും കേന്ദ്രത്തിൽ പോയിട്ടില്ല. അല്ല, കൊടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം കോഴിക്കോട് MP രാഘവൻജിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും ചേർന്നുകൊണ്ട് ഒന്ന് കൊടുക്കുക. കണ്ണൂർ ലോബി മാർക്സിസ്റ്റ് പാർട്ടി ഒരെണ്ണം കൊടുക്കുക. പിന്നെ ആലപ്പുഴയിൽ ഒരു ടീം പരിശ്രമിക്കുന്നുണ്ടോ എന്ന് കൊടുത്തിട്ടില്ല, പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അതിനെ പൊളിക്കാൻ വേറെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുക. ഇതല്ല പരിപാടി. അതായത് എങ്ങനെ ചെയ്യണം? പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക, മുഖ്യമന്ത്രി ഇരിക്കുക, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെയെങ്കിലും വിളിക്കുക, ഒരു ചർച്ച നടത്തുക. എന്നിട്ട് എയിംസ് നമുക്ക് തരുന്നില്ല, ഞാൻ കൊടുത്ത പേപ്പറിൻ്റെ കോപ്പി ഇതാണ്, വിവേചനപരമായിട്ടുള്ള സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടോ ഇതുവരെ മുഖ്യമന്ത്രി? അപ്പം എപ്പോൾ കൊടുത്തു? ഞാനിപ്പോൾ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്, എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്ത് എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞു, ഈ സ്ഥലം ഞങ്ങൾക്ക് പ്രാപ്തമാണ്, അങ്ങ് ഇവിടേക്ക് ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ കൊടുത്തിട്ടുള്ളത്? ഇൻഡസ്ട്രി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് നമ്മൾ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അപ്പൊ ജിയോ വേണമെന്ന് പറഞ്ഞു, ജിയോ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രി മിനിസ്റ്റർ അനൗൺസ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ ഈ ഒരു ഇപ്പോ അതിന്റെ ഒരു കോപ്പി എന്തായാലും BJP ഇടയ്ക്കിടയ്ക്ക് BJPയുടെ പല നേതാക്കളും കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, ഒരു കോപ്പി കേരളത്തിന്റെ മുഖ്യമന്ത്രി നമുക്ക് കൂടി നൽകിയാൽ എന്താണ് അതിന്റെ സാങ്കേതിക തടസ്സം എന്നുള്ളത് നമുക്കും സംസാരിക്കാലോ. ഈ എയിംസ് ആലപ്പുഴ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ്. അല്ല, ഞാൻ ഒരു കേരളം മുഴുവനുമുള്ള ആളുകളോട്, കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, പക്ഷേ ആലപ്പുഴ ഒരു മിഡിൽ പ്ലേസ് ആണ്. അല്ല, ആ ചോദ്യത്തിന് നേരായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് പറയാൻ ഇപ്പം തൽക്കാലം ഇല്ല. കാരണം ക്യാബിനറ്റ് മിനിസ്റ്റർ നദ്ദാജി BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ വന്നിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എയിംസ് ആലപ്പുഴയ്ക്ക് കിട്ടുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയേക്കാൾ വലിയൊരു മറുപടി എനിക്ക് പറയാനില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് എന്തായാലും കേരളത്തിന് എയിംസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പല സ്റ്റഡികളും ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും. മാധ്യമ സുഹൃത്തുക്കൾ ഇങ്ങനൊരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഇങ്ങനൊരു പേപ്പർ തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ഈ സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പുഴ ആണെന്നല്ല. അല്ല, ആലപ്പുഴയിലെ അതിദാരിദ്ര്യമായിട്ടുള്ള പ്രദേശത്തിൻ്റെ ആ ഒരു അവസ്ഥ നോക്കിക്കൊണ്ടായിരിക്കും ആലപ്പുഴയാണെങ്കിൽ. കാരണം പത്തനംതിട്ട, അതുപോലെ ഇടുക്കി, കോട്ടയം, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾക്ക് വരാൻ അടുത്തുള്ളൊരു സ്ഥലം ആലപ്പുഴ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ ഒരു ഏതാണ്ടൊരു മധ്യഭാഗം എന്നുള്ള രീതിയിലുമാണെങ്കിലോ. ഈ ഇലക്ഷന് മുമ്പ് അത് അനുവദിച്ചിരുന്നെങ്കിൽ കുറച്ച് BJPക്ക് അതിന്റെ പേരിൽ കുറച്ച് വോട്ട് കിട്ടുമായിരുന്നു. അല്ല, അത് സമയം പോലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള മോഹം അത് ജനങ്ങളുടെ നടക്കില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കേന്ദ്രത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു സർവകലാശാലയ്ക്ക് തറക്കല്ലിടുന്നുണ്ട്. അത്രയധികം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണർച്ചയുണ്ടാവുന്നു. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, IITകളും IIMകളും വർദ്ധിക്കുന്നു. ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നു, കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നാളിത്രയും ഭരിച്ചിട്ടും മൂവ്മെൻ്റ് ഇല്ലാതെയാണ് പിണറായിയെ സ്വീകരിച്ചതെങ്കിൽ, പിണറായി മാറി UDF വന്നതുകൊണ്ട് എന്ത് വ്യത്യസ്തതയാണ് മോദി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുത്ത് പദ്ധതികൾ ചെയ്യാൻ ഈ 2 കൂട്ടർക്കും? ആര് വന്നാലും ഒരുപോലെയല്ലേ എന്നുള്ള ചോദ്യം അത് ജനം ചോദിക്കില്ലേ? ഇത്തവണ BJPയുടെ മുഖ്യമന്ത്രി ഇത് കാണിക്കുന്ന ആരെയായിരിക്കും? കഴിഞ്ഞ തവണ ഒരു മുഖമുണ്ടായിരുന്നല്ലോ. അല്ല, BJPക്ക് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ സമയമായോ? കാരണം ഞങ്ങൾ ഭരിക്കുന്ന എത്രയോ സ്റ്റേറ്റുകളിൽ
മുഖ്യമന്ത്രിയുടെ മുഖം അവതരിപ്പിക്കാതെയാണ് ഇലക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ളത്. ഈവൻ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് നടന്ന സ്റ്റേറ്റുകളിൽ പോലും ആര് മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇലക്ഷൻ നേരിട്ടിട്ടുള്ളത്. ഒരു വികസന BJPയുടെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് പറയും, അതിൽ മുന്നോട്ട് പോവും. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് പല പല പേരുകളിലും ഇപ്പോൾ എന്താ പറയുക, നവമാധ്യമങ്ങളിലൂടെ എത്രയോ ആളുകളെ വിവിധ പാർട്ടികൾക്ക് മുഖ്യമന്ത്രിമാരാക്കി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികാസം വളരെ വലുതായിരിക്കും. അത് വികസന പ്രവർത്തനങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടിയായിരിക്കും ജനങ്ങൾ നൽകുക. പറയാൻ സാധിക്കാത്ത അത്ര സീറ്റുകൾ ഇത്തവണ കേരളത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. 1 മാസം 2 മാസം കൂടി കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ആൻസർ പറയാൻ പറ്റും. അല്ല, ഇപ്പൊ എന്തിനാ പറയുന്നത്? BJPക്ക് വളരെ ക്ഷീണം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ സന്ദീപ് വാര്യർ ഇലക്ഷന് മത്സരിക്കാൻ പോവുകയാണ്. ഒരു ഷുവർ സീറ്റ് കോൺഗ്രസ് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് BJP ഹാൻഡിൽ ചെയ്യുക? അല്ല, BJPയിലേക്ക് എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ചാണക്യൻ ശ്രീമൻ കരുണാകരൻ്റെ മകള് പോലും BJPയിലേക്ക് വന്നു. അപ്പോൾ അത്രയും വലിയ ആഘാതമല്ലേ കോൺഗ്രസിന് ഏറ്റിട്ടുണ്ടാവുക? അപ്പം അതിൽ നിന്ന് ഇത് കിഴിച്ചാൽ മതി. പക്ഷെ ഈ പറയുന്ന പേരുകൾ ഇപ്പം അനിൽ ആന്റണി ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും അവര് പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം ഒരച്ഛൻ രാഷ്ട്രീയക്കാരനാവുമ്പോൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തി സമൂഹത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ കൊടുക്കും, ദിവസങ്ങൾ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീടിനകത്തിരിക്കുന്നവർ വളരെ വലിയ സംഭാവന അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് എൻ്റെ മകനെ 12ാം ക്ലാസ് വരെ അടുത്തിരുത്തി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ചുമതലകൾ വലുതായപ്പോൾ 8ാം ക്ലാസ്സിൽ എൻ്റെ മകനെ ഹോസ്റ്റലിലാക്കി. അപ്പോൾ അവൻ്റെ 9ാം ക്ലാസ്സും അവൻ്റെ 10ാം ക്ലാസ്സും അവൻ്റെ വളർച്ചയും കാണാൻ ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഓരോ ചവിട്ടുപടിയുടെയും പിറകിൽ ത്യാഗം ചെയ്യുന്ന, കരയുന്ന, ഹോസ്റ്റലിൻ്റെ പടിയിൽ നിന്ന് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാം, 8ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും. അപ്പോൾ കരുണാകരനെ വീട്ടിലേക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അത് കൂടാതെ അവരും ധാരാളം പ്രവർത്തിക്കാൻ ഇറങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിലെ ഒരു ഗ്രൂപ്പിസം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അർഹമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതും ഒരു ശരിയാണ്. അവർ കലയിച്ചില്ല. അവർ അച്ഛന് പേര് പോവോ, ഞാൻ തർക്കിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് അതൊരു നാണക്കേടാവോ, എൻ്റെ ചേട്ടന് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ കരുതി ശ്വാസം മുട്ടി നിന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഇതിനേക്കാൾ എത്രയോ വളരാമായിരുന്നു കോൺഗ്രസിൽ. പക്ഷെ ജാനുവിനെ പോലെ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന്, അതും ഈ മുത്തങ്ങ പോലെ ഒരു ചരിത്രപരമായ ഒരു സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു ആദിവാസി സ്ത്രീ നമ്മുടെ കൂടെ വന്നിട്ട് എന്തുകൊണ്ട് BJPക്ക് അവർക്കൊരു നാഷണൽ ലെവലിൽ അവർക്കൊരു പൊസിഷൻ, എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാൻ BJPക്ക് എന്തുകൊണ്ട്? അതായത് BJPയുടെ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, നോർത്ത് ഈസ്റ്റിലെ പല കേന്ദ്രങ്ങളിലും അതിശക്തരായിട്ടുള്ള ST മേഖലയിൽ നിന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കയറി വന്നിട്ടുള്ള 30-40 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അധികായന്മാർ ആയിട്ടുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ട്. അതായത് കഷ്ടപ്പാട്, അവരുടെ കഠിന പ്രയത്നം. അപ്പോൾ ഒരു പൊസിഷനിലേക്ക് മാത്രമല്ല, ഇപ്പം ദേശീയ തലത്തിലേക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ജാനു ചേച്ചി കാണിച്ചിട്ടില്ല നമ്മളോട്. അപ്പോൾ ഇതിൽ വളരെ സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. അമിത്ഷാജി വന്നപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ആളുണ്ടായിരുന്നു. ചേച്ചി ഒരു കസേരയിലിരുന്നു, അമിത്ഷാജി ഒരു കസേരയിലിരുന്നു, ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറയാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അതൃപ്തിയോ വിഷമമോ ഉള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ BJP കരുതുന്നത്, അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് അതിന് ആൻസർ പറയുന്നത്, കാരണം ഈ ചോദ്യത്തിന് ഉത്തരം BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരാൾക്ക് കൂടുതൽ ഒരുപക്ഷെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കാരണം NDA സംവിധാനം നോക്കുന്നത് സ്റ്റേറ്റിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയാണ്. കാരണം പെട്ടെന്ന് BJP 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ BJPക്ക് അത്തരത്തിൽ മുന്നേറാൻ പറ്റുമോ എന്നുള്ള തോന്നൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ. ജാനു ഉയർത്തിയ കുറേ ചോദ്യങ്ങൾ, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അത് ഈ ആദിവാസികളുടെ ലാൻഡ് റൈറ്റ് ആയാലും ശരി. പക്ഷെ ഇപ്പോൾ പോയ പാർട്ടി അവരെത്രയോ കാലം കേരളത്തിൽ ഭരിച്ചു. ഇപ്പോൾ ജാനു ചേച്ചി ഉയർത്തിയ വിഷയങ്ങളിൽ
100% ആ വിഷയമായിരുന്നു പോകാനുള്ള കാരണമെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞൊരു പാർട്ടിയിലേക്ക് പോവില്ലായിരുന്നു. കാരണം BJP ഇന്ന് വരെ കേരളത്തിലെ മുഖ്യമന്ത്രി BJPക്ക് ഉണ്ടായിട്ടില്ല, 1 ഡസൻ MLA ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഈ വിഷയം പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെ തെറ്റാണ്. കാരണം എന്താ, അതാണോ അതിൻ്റെ ശരി എന്നുള്ളത് പബ്ലിക് ചിന്തിക്കില്ലേ? കാരണം അവർ കേരളത്തിൽ ഇത്രയും വർഷം ഭരിച്ചിട്ട് എന്തുകൊണ്ട് പാവപ്പെട്ട ST വിഭാഗക്കാരുടെ SC വിഭാഗക്കാരുടെ ഭൂമി എന്തുകൊണ്ട് അവർക്ക് 5 സെൻറ്റ് ഭൂമി വെച്ച് കൊടുത്തില്ല, 10 സെൻറ്റ് ഭൂമി വെച്ച് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല? ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനൊരു ഒരല്പം കൂടി മുന്നോട്ട് പോകാൻ ഒരു ചാൻസ് ദൈവാധീനം കൊണ്ടുണ്ടായാൽ എനിക്ക് ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ ഭൂമിയില്ലാത്ത ആളുകളുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയധികം ഭൂമിയില്ലാത്ത ആളുകൾ, പാവപ്പെട്ടവർ ഇവിടെ കേരളത്തിലുണ്ട്. എന്നാൽ ഹെക്ടർ കണക്കിന് ഭൂമി, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കേരളത്തിൽ അവശേഷിച്ച് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഗവൺമെൻറ് അത് എടുക്കുന്നില്ല? ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയ പാർട്ടിക്കാരെടുക്കുന്നുണ്ടോ? അവരാവശ്യപ്പെടുന്നുണ്ടോ പാവപ്പെട്ടവർക്ക് ഇത് കൊടുക്കാതെ ഞാൻ ഇനി ഒരു നിമിഷം മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിൻ്റെ നിയമസഭ സമർപ്പിക്കാത്തത്? അപ്പോൾ സമരങ്ങളും പ്രതികരണങ്ങളും സ്വന്തം സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ ജാനു ചേച്ചി തിരഞ്ഞെടുത്ത വഴി ദുഃഖിക്കേണ്ടി വരുമോ എന്ന് ഒരു ചെറിയ സംശയം മാത്രം. അതിനെ കൂടുതൽ ഞാൻ പറയില്ല. കാരണം എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സ്ത്രീ രാഷ്ട്രീയ നേതാക്കൾ അവർ എവിടെയും ശോഭിച്ചു കാണണം എന്നുള്ള ഒരു ചെറിയ താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം എല്ലാ പാർട്ടിയിലെയും വനിതാ നേതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. 20 വർഷമായിട്ട് ഞാൻ മൈക്ക് കിട്ടുമ്പോഴെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും സ്ത്രീകൾ, അവർക്ക് പോലും പറയാൻ ധൈര്യമില്ല. അപ്പോൾ പക്ഷേ കേരളത്തിൽ 20 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം 2 പാർട്ടികളും വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടാറുണ്ട്.